ഹലോ, അപ്പോൾ എല്ലാവർക്കും സൺഡേ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. സോ നമ്മൾ ഇന്നൊരു ഹെയർ കട്ടിന് പോവുകയാണ്. ഇപ്രാവശ്യത്തെ ഹെയർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറയാതെയാണ് പോകുന്നത്. ഈ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ ഇൻഫോം ചെയ്തത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ബട്ട് ഐ വോണ്ടഡ് ടു മേക്ക് ഇറ്റ് ലൈക്ക് സ്പെഷ്യൽ, അല്ലെങ്കിൽ കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ടും റിയാക്ഷൻസ് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലൊക്കെ ഈ വ്ളോഗ് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ദാറ്റ്സ് എ റീസൺ ഇത്തവണ മുടി വെട്ടാൻ ഞാൻ ഒറ്റയ്ക്ക് ആരോടും പറയാതെ പോയത് കേട്ടോ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഹെയർ കട്ടിൻ്റെ കാര്യത്തിന് ഡോറ ബ്യൂട്ടി പാർലറിലേക്കാണ് വരാറ്, നമ്മുടെ അങ്കമാലിയിലുള്ളത്. ആൻഡ് ഇത്തവണ എനിക്ക് മുടി വെട്ടിത്തന്നത് ഈ ക്യൂട്ട് ചേച്ചിയാണ് കേട്ടോ. ഷീസ് ഫ്രം സിക്കിം. ബട്ട് എന്ത് നന്നായിട്ടാ മലയാളം പറയണമെന്ന് അറിയാൻ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി. സോ പോയതും ആദ്യം ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഹെയർ കട്ടിലേക്ക് പ്രൊസീഡ് ചെയ്തത്. നമ്മൾ എത്ര ഹെയർ വാഷ് ചെയ്ത് പോയാലും അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ഹെയർ വാഷ് ചെയ്ത് തരും കേട്ടോ. പിന്നെ അതേ ഹെയർ കട്ടിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്ര ഹെയർ ലെങ്ത് വേണം, എത്ര ഹെയർ ലെങ്ത് കട്ട് ചെയ്ത് കളയണം. റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അവിടെ പോയപ്പോൾ അവിടെ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്ന ചേച്ചി തന്നെ കുറേ സജസ്റ്റ് ചെയ്തു, ഇത്ര ഹെയർ ലെങ്ത് കുറയ്ക്കല്ലേ, ഇത്ര ഷോർട്ട് ഹെയർ ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ല ഹെയർ ആണ് ഇങ്ങനെ കളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ എയിം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്മൂത്തിങ് ചെയ്ത ഹെയറും പിന്നെ എൻ്റെ ഗ്രോണപ്പ് ആയിട്ടുള്ള ഹെയറും മിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. മൈ കൺസേൺ വേഴ്സ് ഞാനിപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും സെയിം ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ വേറെ ഹെയർ സ്റ്റൈൽസ് ഒന്നുമില്ല. സോ ദാറ്റ്സ് എ റീസൺ ഞാൻ ഇപ്പോൾ ഒരു ഹെയർ കട്ടിലേക്ക് ഇങ്ങനെ പ്രൊസീഡ് ചെയ്തത്. പക്ഷേ ഷീ സജസ്റ്റഡ് മീ വേണ്ട, ഇത്ര ഹെയർ ലെങ്ത് കുറയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ആൾ എന്നെ ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആദ്യം കുറച്ചൊരു ലെങ്ത് മാത്രമേ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് ലെങ്ത് കുറച്ചു. പിന്നെ ഇതേ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഇപ്പോൾ ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ചും കൂടി കട്ടിങ്സ് ബാക്കിയുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഹെയർ കട്ട് സെഷൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ രണ്ടുപേരും ഭയങ്കര കമ്പനി ആയിട്ടോ. ആൻഡ് ഈവൻ സംസാരിക്കുമ്പോൾ പോലും ഇടയ്ക്ക് മലയാളം ഇടയ്ക്ക് ഹിന്ദിയൊക്കെ ആയിട്ട് ഭയങ്കര ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിലുള്ള ഈ മുടി കണ്ടോ, ഇത് ആക്ച്വലി എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ മുടിയുടെ ലോജിക്ക് മനസ്സിലായില്ല. ബാക്കിയുള്ള എൻ്റെ ഹെയർ ഫുൾ വേവിയാണ് കേട്ടോ. പക്ഷേ ഫ്രണ്ടിൽ, അതായത് ടോപ്പ് ഫ്രണ്ടിൽ, നമ്മുടെ നെറ്റിയുടെ മേലുള്ള ആ ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം ഭയങ്കര കേളി, നല്ല കേളി ഹെയർ ആട്ടോ അവിടെ. സോ എന്തൊരു ഒക്കേഷനായാലും ശരി, ഏതൊരു ഹെയർ സ്റ്റൈൽ ഞാൻ പരീക്ഷിക്കുമ്പോഴും ശരി, ഈ ഫ്രണ്ടിലുള്ള മുടി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ ഒരു പോർഷൻ മാത്രം സ്ട്രെയിറ്റനോ സ്മൂത്തനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി അതിനും സമ്മതിച്ചില്ല. അത് പറഞ്ഞു ആ ഒരു പോർഷൻ മാത്രം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര വൃത്തികേടാവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് സജഷൻ ചോദിക്കുകയാണെങ്കിലും അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ, വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ്. പിന്നെ ബാക്കിലുള്ള ഈ ചേട്ടൻ കണ്ടോ, ഈ ചേട്ടനാണ് കഴിഞ്ഞ തവണ എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 1 year ആയി ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്. ലാസ്റ്റ് ടൈം എനിക്ക് ഹെയർ കട്ട് പുള്ളിയാണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുൻപായിട്ടാണ് ആ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആൾ ഇങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പിന്നെയും പോയപ്പോൾ കണ്ടതും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റാഫ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഒരു തവണ പോയി കഴിഞ്ഞാൽ എന്തായാലും നെക്സ്റ്റ് ടൈം പോകുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യും, സംസാരിക്കും. ആൻഡ് നമ്മുടെ മുടീനെയൊക്കെ നമ്മളെക്കാട്ടിലും നന്നായിട്ടാണ് ഇവർ സ്നേഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിയും എന്നോട് പറയായിരുന്നു, നല്ല ഷോർട്ട് ആക്കണ്ട, നന്നാവില്ല, നല്ല ഹെയർ ആണ്, കട്ട് ചെയ്യലേ എന്നൊക്കെ കുറേ സജഷൻ തന്നു കേട്ടോ. സോ ഫൈനലി ഐ തോട്ട് ലൈക്ക് ഇത്രയും പറയണതല്ലേ, നല്ല ഷോർട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് ഷോർട്ട് പോയില്ല കേട്ടോ ഇത്തവണ. സോ ദേ ഹെയർ കട്ട് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ലാസ്റ്റ് ടൈം ലെയർ കട്ട് ചെയ്തത് കാരണം ആ ഒരു സംഭവം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഇത്ര ഷോർട്ടേ ആക്കിയുള്ളൂ കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണെന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ വീഡിയോയുടെ എൻഡ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലുക്ക് കാണാൻ പറ്റും, വിച്ച് ഐ ലവ് ദ മോസ്റ്റ്. ഇതിപ്പോൾ പാർലറിൽ പോയി നമ്മൾ ഹെയർ വാഷും ഹെയർ കട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ബ്ലോ ഡ്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ സിൽക്കി സ്മൂത്ത് സ്ട്രെയിറ്റ് ഒക്കെ ആക്കി തരുന്നത്. എൻ്റെ മുടി ആക്ച്വലി ഇങ്ങനെയല്ല, കുറച്ച് വേവിയാണ്. ഇതിപ്പോൾ ഹെയർ കട്ടിൻ്റെ ആ ഒരു ഷൈനിങ് ആണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സൈഡ് പാർട്ടീഷൻ എടുക്കാറെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് സൈഡ് എടുത്ത് തന്നു. അങ്ങനെ ചേച്ചിക്ക് ഒരു ബായ് കൊടുത്തതിന് ശേഷം ഞാൻ ബിൽസും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടോ. ഇത് ഡേ ലൈറ്റിലുള്ള ലുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലുക്ക് ഒരു കാറ്റ് കൊണ്ടാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലോ ഈ ഒരു സ്ട്രെയിറ്റ് ലുക്ക് പോവും. ഇത് അവിടെ നിന്ന് ബ്ലോ ഡ്രൈ ചെയ്യണതിൻ്റെ എഫക്റ്റ് മാത്രമാണ് കേട്ടോ. എങ്ങനെ ഇരുന്നാലും
എന്തായാലും എനിക്ക് ആ ഒരു ലെങ്ത്തിൽ ആ ഒരു സംഭവം ഇഷ്ടമായി. ബട്ട് ദ തിങ് ഈസ്, ഞാൻ വീട്ടിൽ പോയതിന് ശേഷം എൻ്റെ സ്ട്രെയിറ്റ്നേഴ്സ് ആൻഡ് കേളേഴ്സ് വെച്ചിട്ട് ഒരു സ്റ്റൈൽ പരീക്ഷിച്ച് നോക്കിയിട്ടായിരുന്നു, വിച്ച് ആക്ച്വലി ഐ ലവ് ദ മോസ്റ്റ്. സോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ലുക്ക്. കാരണം എനിക്ക് ഈ മുടി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കോല് പോലെ അല്ലെങ്കിൽ ചൂല് പോലെ നിൽക്കണേക്കാട്ടിലും ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ബൗൺസി ആയിട്ട് നിൽക്കുന്നത്. അതാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. ആൻഡ് ആ ഒരു ലെങ്ത്തിന് ഞാനിങ്ങനെ കുറച്ച് കേൾ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ബൗൺസി ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഐ ഡോണ്ട് നോ ഹൗ ഫാർ യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. കേളി ഹെയർ ആണോ, വെവി ഹെയർ ആണോ, അത് സ്ട്രെയിറ്റ് ഹെയർ ആണോ എനിക്ക് സൂട്ട് ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണം കേട്ടോ. ഓൾസോ ഈ ഒരു ഹെയർ കട്ട് ആൻഡ് ഈ ഒരു ഹെയർ സ്റ്റൈലിങ്ങിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇനി കുറേ ഹെയർ സ്റ്റൈൽസ് പരീക്ഷിച്ച് നോക്കാന്നുള്ളതാണ്. ഇങ്ങനെ ചുമ്മാ മുടി കെട്ടി വെച്ചാൽ പോലും ഈ സൈഡിലത്തെ ഈ ഹെയർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിക്കോസ് ഈ വക ഹെയർ സ്റ്റൈൽസ് ഒന്നും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഐ നോ കുറച്ച് ഓൾഡ് ഫാഷൻ ഹെയർ സ്റ്റൈലാണ് എന്നുള്ളെങ്കിൽ പോലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ചുമ്മാ ഇങ്ങനെ ക്ലച്ചസ് വെച്ച് കൊടുക്കുമ്പോഴും ഇറ്റ് വാസ് ഗുഡ്. പിന്നെ മുടിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും പിന്നെ മിഡിൽ പാർട്ടീഷൻ എടുത്താൽ എല്ലാം ഈ ഒരു ഹെയർ സ്റ്റൈൽ സൂട്ട് ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. സോ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കട്ട് വിശേഷങ്ങൾ. ആക്ച്വലി ഈ ഒരു വ്ളോഗ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാസ് പ്ലാനിങ് ടു ഗോ ടു മൈ ഹോം. സോ ഞാൻ മുടി വെട്ടിയതിന് ശേഷം വീട്ടിൽ പോയിട്ട് വീട്ടിലത്തെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഒരു റിയാക്ഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ മൊമെൻറ്റ് എനിക്ക് ഈ പ്ലാൻസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ആൻഡ് ഞാൻ വീട്ടിൽ പോയില്ല. ആൻഡ് ഐ കുഡൻ റെസിസ്റ്റ് മൈസെൽഫ് ഫ്രം ഷെയറിങ് ദാറ്റ് ഞാൻ മുടി വെട്ടി എന്നുള്ള കാര്യം കുറേ ദിവസത്തിനൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാനൊരു 2 days കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്കെല്ലാം വിളിച്ചു പറഞ്ഞു ആൻഡ് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നേരത്തെ ഉള്ളതുപോലെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഒരു അടിപൊളി വ്ളോഗായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ബട്ട് ദെൻ ഐ എം ഹാപ്പി ടു ഷെയർ ഓൾ മൈ ചെറിയ മൊമെൻറ്റ്സ് ഓഫ് മൈ ലൈഫ്. ഈവൻ മുടി വെട്ടിയാൽ പോലും ഞാനത് വ്ളോഗായിട്ടിരുന്നത്. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനു മുൻപുള്ള ഒരുപാട് വ്ളോഗ്സിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ് ആണെങ്കിൽ പോലും അത് നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഐ ഫീൽ സോ മച്ച് ഹാപ്പി. പിന്നെ അതിനേക്കാളും ഹാപ്പിനെസ് തരുന്ന വേറൊരു കാര്യമാണ് കമൻറ്റ് ബോക്സ്. കമൻറ്റ് ബോക്സ് വഴി എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ്, ലവ്, സപ്പോർട്ട് അതൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. സ്പെഷ്യലി ഞാൻ എല്ലാ വീഡിയോസിലും കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണേ എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. സോ ഈ ഒരു വീഡിയോയിലും എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളൂ, സ്ട്രെയിറ്റ് ഹെയർ ആണോ, വേവി ഹെയർ ആണോ, അതോ ഈ സ്റ്റൈൽ ചെയ്ത ഈ ഹെയർ ആണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത്, എനിക്ക് ഏതാ സൂട്ട് ചെയ്യണമെന്നുള്ളതും പറയുക. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.